ഹലോ, ഇതാണ് ഗുരു. സിറ്റിയിലെ വലിയ ദാതയാണ്. പണത്തിന് വേണ്ടി കിഡ്നാപ്പ്, പിടിച്ചുപറി, കൊല, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടികൾ. ഇവര് സിറ്റിയിലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. ഇവരെ എതിർക്കുന്നവരെ ഇവർക്കെതിരെ ആര് കേസ് കൊടുത്താലും വിജയിക്കില്ല. ഈ എൻ്റയർ നെറ്റ്വർക്കും റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്നവനാണ് അലിഭായ്. അവൻ എപ്പോഴും വിദേശത്തായിരിക്കും. അവൻ അവിടെ ഇരുന്ന് വിചാരിക്കുന്നത് ഇവിടെ നടക്കും. ശരി ഭായ്, പോടാ പോടാ. അലിഭായ് നിനക്കറിയില്ലേ? ചിലപ്പോ നമ്മുടെ വയർലെസ്സും അലിഭായ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവന്റെ ആൾക്കാരാ ഗുരുവും ഗ്യാങ്ങും. ആ നരസിംഹനോ കല്ലുകെട്ടി കടലിൽ താഴ്ത്തറ. ഹാർബർ ഏരിയയിൽ അവന് സ്വന്തം ഒരു ഗ്യാങ്ങുണ്ട്. ഇടക്കാലത്താണ് സ്ട്രോങ് ആയത്. അലിഭായുടെ ഗ്യാങ്ങും ഇവന്റെ ഗ്യാങ്ങും തമ്മിൽ എപ്പോഴും വഴക്കാം. ഇവന്റെ റൈറ്റ് ഹാൻഡ് ദാസാണ്. നരസിംഹം പറയുന്നത് എന്തു ഇവൻ ചെയ്യും. അത് മാത്രമല്ല സാർ, ഈ രണ്ട് ഗ്രൂപ്പിനും പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. മിസ്റ്റർ മുഹമ്മദ് മൊയ്തീൻ ഖാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റു. ഇദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ പ്രാരംഭ നടപടി എന്നോണം പിടിച്ചുപറി, കിഡ്നാപ്പ്, കൊല എന്നിവ സിറ്റിയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള തീവ്ര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം ചാർജ് എടുത്ത് 48 മണിക്കൂറിനുള്ളിൽ 300-ൽ പരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 3 എൻകൗണ്ടറിൽ ഇതുവരെ 8 ക്രിമിനലുകൾ കൊല്ലപ്പെട്ടു. പുതിയ പോലീസ് കമ്മീഷണറുടെ ഈ നടപടിയിൽ പൊതുജനങ്ങളും വ്യവസായികളും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഒരുത്തൻ അടിക്കണം. ആരെ? ഗോപി. കോട്ടൂർ ഗോപിയാണോ? അതെ, അവന്റെ ഏരിയയിലിട്ട് തന്നെ അടിക്കണം. പേയ്മെന്റ് എത്രയെന്ന് പറഞ്ഞോടാ. ആരാ പോകുന്നത്? അവനടിച്ച അടിയല്ല കിട്ടുക, ഇടിയായിരിക്കും. എത്തിയ സ്ഥലം സൂപ്പർ. പന്ത് കളിക്കാൻ പറ്റും. നമ്മുടെ റേഞ്ചിന് ഒരുത്തനെ അടിക്കണമെന്ന് വിചാരിച്ചത്. സാരമില്ല, 10 എണ്ണമാ വന്നത്. ഓക്കെ, മൊത്തമായിട്ടും കൊടുത്തേക്ക്. കുറച്ച് ദിവസമായി മേലെ നമ്പർ ഒന്ന് മാറ്റിയിട്ട്. ആരോ നീ? എന്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കുന്ന ആള് നീയാടാ. നിന്നെ പ്രത്യേകം ഗവനിച്ചു. നിന്റെ പേര് പറയടാ. എന്താ, പേരറിഞ്ഞില്ലെങ്കിൽ അടി വാങ്ങില്ലേ? എന്നെ അടിക്കോടാ നീ? കമ്മിറ്റ് ആയില്ലേ? ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. എടാ താഴ്ത്ത്, ഷട്ടർ താഴ്ത്ത്. ബ്രദർ, ഒന്ന് തുറന്നു വെച്ചേക്ക്. സാറിന് പോവാൻ സൗകര്യമായിരിക്കും. അടയ്ക്ക്. ഇതാടാ താക്കോൽ. തിടുക്കം കാട്ടിയല്ലോ. താക്കോല് കയ്യിൽ വെക്കാൻ പാടില്ലായിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് ഇന്ന് വാങ്ങാൻ പോകുന്നേ ഉള്ളൂ.
നീ അടിക്കാൻ കൈ ഓങ്ങുന്നതിന് മുമ്പ് നിന്റെ കൈ ഞാൻ ഓങ്ങാം. എന്റെ മുഖത്ത് നോക്കി ആരാന്ന് ചോദിക്കുന്നു. പിടിയെടാ അവനെ. ഇന്ന് മൊത്തമായിട്ട് വാങ്ങിച്ചിട്ട് നീ പോയാ മതിയടാ. പിടിക്കണം. എന്താടാ തുറക്കാൻ പറ്റുന്നില്ലേ? ഞാനൊന്ന് അച്ഛനെ കാണട്ടെ. ആശംസകൾ. എന്തിനാണ് വന്നത്? നീ എന്റെ മോനാണെന്ന് പറയാനൊക്കെ നടക്കടാ. എവിടെയാണ് ഇത്രയും ദിവസം? ഒരു ഫോണൂല മണ്ണാകട്ടില്ല. ഇതെന്താ സത്രവാ? എടാ ഞാനിപ്പോ വരാട്ടാ. എന്താ? അപ്പുറത്ത് കരവി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. കരവിയോ? ഗൗരിയായി കരവി. അയ്യോ, മലയാളത്തെ കൊല്ലുന്നുണ്ടല്ലേ. എടാ എന്ത് സൗന്ദര്യമുള്ള കുട്ടിയാണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടാ. സൗന്ദര്യം ഉണ്ടെങ്കിൽ നീ അങ്ങ് പ്രേമിക്കോ. എടാ ഒന്ന് ഒരു പരനാറിയാണ് നീ എന്ന് നമുക്കറിയില്ല. ഇല്ലടാ. എന്തിനാടാ ഈ ലവ് എന്നും പറഞ്ഞ് ഭാവി തൊലയ്ക്കുന്നത്? മാഷേ, സ്കോർ എത്ര? ഒരു ബോളിൽ 4 റൺ എടുക്കണം മോനെ. ഒരു ബോളിലോ? പെണ്ണിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. ഈ ഗൗരിയെ കാണാൻ പോകുന്നില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ വന്നത്? ഓ, നീ എടുത്തോണ്ട് വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കില്ലായിരിക്കും. നിന്റെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ഫ്രണ്ട്സ് തന്നെയാടാ. എക്സ്ക്യൂസ് മീ സാർ, ജനൽ കൂടെ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസാ. റെഡി? എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ശരവണന്റെ അച്ഛൻ
അവിടെ ആരാണ് നോക്കുന്നത്? പെമ്പിളരെ കണ്ടിട്ടേ ഇല്ലേ? ഇൻഡീസന്റ് ഫെലോസ്. എന്നിട്ട് ഒന്നിനും കൂടാത്ത കൂട്ടുകാരെ വിളിച്ചിട്ട് പോടാ, ഔട്ട്, ഗെറ്റ് ഔട്ട്. ഇനി അവന്മാർ ഈ പരിസരത്ത് കണ്ടാലുണ്ടോ? ശരി പോവാം. അവള് കൈയും കാലും പൊക്കുന്നതേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. നിന്റെ തന്തയോട് പറഞ്ഞേക്കും. അയ്യോ കൊലക്ക് കൊടുക്കും, പോടാ. ഒന്നും വിചാരിക്കില്ല ചേട്ടാ. ഏതാ? ഹലോ ആന്റി. എന്താ? ബൈ ആന്റി. എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ടേക്ക് ഡൈവേർഷൻ. എന്നാ തിരിക്കാലോ. ആഹാ, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫേസ് ഓൺ ടോപ്പ്. പ്ലീസ് സീ ദാറ്റ് ടു. ആരാടാ തമ്പി? നീയാണോ തമ്പി? നീയാണോ തമ്പി? ആരാടാ തമ്പി? പറയടാ, നിന്നോടാ ചോദിച്ചു. പറയടാ, എവിടെയാ? ചേട്ടാ, എന്താടാ തമ്പി ആരാണെന്ന് അറിയണോ? അതാടാ. ആരടിച്ച തല കറങ്ങി 14 ലോകം ഒരുമിച്ച് കാണുന്നു. അവനാ തമ്പി. ഞാൻ തന്നെയാ. എന്താ? വാടാ, കൈയെടുക്ക്. എടുത്തില്ലെങ്കിൽ നടക്കട. വാട മോനെ വാ. നീ വന്നല്ലേ, ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. ഗുരു നീ പറ, ഇവൻ എന്താ ചെയ്യേണ്ടെന്ന്. എന്റെ കാലൊടിച്ചവനല്ലേ നിന്നെ. ഇരിക്കെ. ഇവനോട് എന്തിനാ ഇരിക്കാൻ പറഞ്ഞേ? എഴുന്നേക്ക്, എഴുന്നേക്കടാ. ഏയ് ഗോപി, നിർത്ത്. അവൻ നിങ്ങളുടെയൊക്കെ ഉളുക്ക് നന്നായി മാറ്റി തന്നതല്ലേ. അവനെ വേണം നമുക്ക്. പോടിപ്പുൽ. ഏയ്, പിന്നെന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് പറ. എല്ലാരും പോയി അവന്റെ കാലി വീഴണോ? നീ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആരുടെ കീഴിലും ജോലിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയും. നിനക്കെത്രയാ, എനിക്കെത്രയാ? ഇതുവരെ നീ ചെയ്ത ജോലിയല്ല ഇത്. സീരിയസ് മാറ്ററാ. പോലീസിനെ പേടിക്കരുത്. നീ എന്താ ക്ലാസ് എടുക്കുക? നീ പുതിയ റൗഡിയാണെങ്കിൽ ഞാൻ ജനിച്ചപ്പോ തൊട്ടേ റൗഡിയാ. ഒരുത്തനെയും പേടിയില്ല. ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വരും. വേണ്ട. നിന്റെ ആൾക്കാര്, നിന്റെ സ്ഥലം. നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്തും ചെയ്യാം. എനിക്ക് പേടിയില്ല. അതിന്റെ സാമ്പിളായത്. ഇവനെ എന്തിനാ അടിച്ചെന്നറിയോ? അനാവശ്യമായിട്ട് എന്നെ റോങ് ഡീൽ ചെയ്തതിന്. കോളറിലെല്ലാം പിടിച്ചു വലിച്ച് ഓവറായിട്ട് ഷൈൻ ചെയ്യുന്നേ. ജോലി എന്താ? നിനക്കെത്രയാ, എനിക്കെത്രയാ? പറഞ്ഞാ മതി. വരട്ടെ. ഹേയ് ഹീറോ, നിന്നെ എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടായടാ. മാഡം ആരാ? മോന, കയ്യില് വെച്ചോ. നന്നായി വഴങ്ങുന്നുണ്ടല്ലോ ഗണ്ണ്. എങ്ങനാ? എത്ര രജനി പടം കണ്ടിട്ടുണ്ട്? അവൻ കുറച്ച് ഓവറാണല്ലേ. അതല്ലേ വേണ്ടത്. ആ, ഇനി നിങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഹായ്. അച്ഛാ, ആ ജിമ്മിലെ പാർട്ടി വന്നിട്ടുണ്ട്. എനിക്കും അറിയാം. ഹായ്. May I? ഹായ്. ഹായ്. വളരെ താങ്ക്സ്. എന്തിന്? കറക്റ്റ് സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേനെ. ഓ,
ഒരു ചായ പറയട്ടെ? വേണ്ട, ക്ലാസ്സിന് സമയമായി. ആ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ ആം ശ്രുതി. നിങ്ങൾ തമ്പി. അച്ഛന്റെ പേരാണ്? എന്റെ പേര് തന്നെയാ. ഓ, നൈസ് നെയിം. എനിവേസ്, സീ യു അറൗണ്ട്. ഫൈറ്റ്. ഓട്ടോ. ആ പേഷ്യന്റിനെ വാർഡിലേക്ക് മാറ്റി. വാട്ട് ഹാപ്പൻ? ഒരു ചെറിയ വഴക്ക്. ഒരുത്തൻ കത്തി കൊണ്ട്. എന്ത് കത്തിയോ? ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്, എന്നിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനൊന്നും സമയമില്ല. സ്റ്റേഷനിൽ പോകാനുള്ള ഉദ്ദേശവുമില്ല. മരുന്ന് വയ്ക്കുക. നീ എന്താ പേടിപ്പിക്കുക? വന്നിരിക്കുന്നവൻ മാറങ്ങോട്ട്. നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞേ ചെയ്യ. പോലീസ് സ്റ്റേഷനിൽ പോയി വരുമ്പോഴേക്കും പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാ അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏയ് മിസ്റ്റർ, ഇവിടെ നിയമമുണ്ട്. വി നീഡ് എ പോലീസ് കംപ്ലൈന്റ്. ഇറ്റ്സ് എ മസ്റ്റ്. പോ. ശരി, മരുന്ന് വെച്ചു കൊടുക്കുക. ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഡു യു നോ ഹൗ ടു ബിഹേവ് ഇൻ എ പബ്ലിക് പ്ലേസ്? സെക്യൂരിറ്റി എവിടെ? ഇവനെ പിടിച്ച് പുറത്താക്ക്. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോലീസ് സ്റ്റേഷനിൽ പോവാം. നീ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുക, ഞാൻ അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം. പ്ലീസ് എന്നെ വിട്. അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. ഞങ്ങൾക്കും ചില റൂൾസ് ഉണ്ടല്ലോ. ട്രീറ്റ്മെന്റ് ഫസ്റ്റ്, റൂൾ സെക്കൻഡ്. എനിക്ക് ഇത്രയും ചെറിയൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത്രയും വയലൻസ് വേണമായിരുന്നോ? വയലൻസ് ഒന്നുമല്ല, ഇതൊരു ട്രീറ്റ്മെന്റ് തന്നെയാ. അല്ല, നിങ്ങളെ അടിക്കാൻ വന്നതാരാ? ഇതിനു മുമ്പ് എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു എല്ലാവരും ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ല, നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചോണ്ട് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ എന്തിനാ ചുറ്റിത്തിരിയുന്നേ? നേരെ കാര്യം പറ. വേറെ പണിയൊന്നും ഇല്ലാതെ പോക്കിരിയായിട്ട്. കറക്റ്റ്, ഞാൻ പോക്കിരി തന്നെയാ. ചുമ്മാ ചുറ്റിക്കറങ്ങുന്നതിന് പകരം എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ചുമ്മാ ആരാ ചുറ്റുന്നേ? കാശ് തന്നാ എന്തും ചെയ്യും. എന്നുവെച്ചാ ഇപ്പൊ നിനക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ആ ഡോക്ടർക്ക് 2 കീറ് കൊടുത്തില്ലേ? ഇത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുള്ളായിരുന്നു. അങ്ങനെ പറഞ്ഞു. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ കണ്ടെത്തൽ. ഓ, സെൽഫ് എംപ്ലോയ്മെന്റ്. ഞാൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് ആലോചിക്കുകയല്ലേ? തീർച്ചയായിട്ടും നല്ലവനല്ല. പുറപ്പെടാം. എവിടെയാ പോണ്ടേ? ഓട്ടോ നിങ്ങൾ എങ്ങനെയാ വിളിച്ചത്? വിസിലടിച്ചു. എങ്ങനെയാ അടിക്കേണ്ടത്? അത് വളരെ ഈസിയാ. നാക്ക് നീട്ടി ഒന്ന് മടക്കി ഊതിയാ അത് വിസില. നീ ഒന്ന് നാക്ക് നീട്ടിയ. മടക്ക്. ഹായ്. എന്താടാ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നത്? ഷോപ്പിംഗാ? യാ. നിങ്ങള് വാണി. വാണിങ്ങോ? ഇങ്ങ് വാടാ. എടാ, ലിഫ്റ്റ് പകുതി വെച്ച് നിൽക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്. നല്ലവനാന്ന് വിചാരിച്ചു. ഇവനും എല്ലാ ആണുങ്ങളുടെയും പോലെ തന്നെയാ. പോസ്റ്റർ ഇപ്പൊ വിഴുങ്ങുമല്ലോ. അയ്യോ, എന്നെയാണല്ലോ നോക്കുന്നത്. കിതയ്ക്കുന്നുണ്ടല്ലോ എന്റെ ദൈവമേ. മുരുക 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 എന്തുപറ്റി? ഒന്നുമില്ല. എന്താടാ, നിർത്തിയോ? നിർത്തിടാ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ഹെൽപ്പ്, ഹെൽപ്പ്, അമ്മേ, രക്ഷിക്കണേ, ഹെൽപ്പ്, ഹെൽപ്പ്. എന്തുപറ്റി? ഒന്നുമില്ല, ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, തനിച്ചുമല്ലേ.
നിങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ അതൊരു സേഫ്റ്റിക്ക് വേണ്ടി. ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? എന്താ ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ തെറ്റിദ്ധരിക്കാം. ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ച തെറ്റാ? ഞങ്ങൾക്കും ചരിത്രമൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? ഓൾ ഡീറ്റെയിൽസ് ഐ നോ. എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളോട് ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്റെ കൺമുമ്പിലല്ലേ ലിഫ്റ്റ് നിന്നത്? തുറക്കടാ മെക്കാനിക്, മെക്കാനിക്. ലിഫ്റ്റ് നിന്ന് പോടാ. നിർത്തിയല്ലോ. തമാശ കാണിക്ക. തമാശയല്ല. ഇനി 1 മണിക്കൂറാവോ? ഇല്ലടാ, ഒരു 10-15 മിനിറ്റ് ആവും. എന്താടാ പറയുന്നത്? ഇനി 1 മണിക്കൂറാവോ? മനസ്സിലായി, 1 മണിക്കൂറാക്കാം. 1 മണിക്കൂറാവൂന്ന്? അത്ര നേരോ? ശ്വാസം മുട്ടി ചത്തുപോയാലോ? അതും നല്ലത് തന്നെ. പിന്നെ ഒരു പ്രശ്നവും ഇല്ല. സെൽഫോൺ ബില്ല്, കറണ്ട് ബില്ല്, വീട്ടുവാടക ഒന്നും അടയ്ക്കണ്ടല്ലോ. ഷോപ്പിംഗും വേണ്ട. ഈ ഐബ്രോ പെൻസില്, ലിപ്സ്റ്റിക്ക് ഒന്നും വേണ്ട. ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എന്താ ഇത്? അത് ജസ്റ്റ് ക്രീം. മുഖം മാത്രമാണല്ലോ ജോലി എന്ന്, ബാക്കിയെല്ലാം ചുമ്മാ ഇരിക്കല്ലേ? എന്താ നിങ്ങൾ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? നീയോ? ഞാൻ വിചാരിക്കുന്ന ക്വാളിറ്റീസിൽ ആരെയും കണ്ടില്ല. എങ്ങനത്തെ ആളാ? നല്ല പഠിപ്പുണ്ടായിരിക്കണം, നല്ലൊരു ജോലി വേണം, നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം. ആ പരനാറി എന്റെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ. എന്താ പറഞ്ഞേ? ആശംസകൾ പറഞ്ഞതാ. നിങ്ങൾ എങ്ങനെയുള്ള പെണ്ണിനെയാ? എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ലെന്നേ. അതെന്താ? അതിപ്പോ എങ്ങനെയാ പറയാ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. പെണ്ണെന്ന് പറഞ്ഞാല് അരിശം വരിക. എന്ത് പറ്റി? ആ വളർത്തു ദോഷമാണ്. ഓൺ ചെയ്യ. നേരത്തെ നിങ്ങളുടെ ഈ നടി വാങ്ങിയത് മതിയല്ലേ എനിക്ക്? ഇപ്പൊ ലിഫ്റ്റ് ചെറുന്ന് താഴെ പോയി ഡമാർന്ന് 3rd ഫ്ലോറിൽ നിൽക്കണം, അതല്ലേ? അത് തന്നെ. ഇപ്പൊ പാടിയിരുന്നോ? വീണ്ടും സംശയമാണല്ലോ. ഞാൻ എഴുന്നേറ്റ് പോ. അയ്യോ, ദേഷ്യപ്പെടല്ലേ. എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? ഓക്കെ അല്ലേ? എന്തോ ഓക്കേടാ. എന്തൊരു ഷേക്കായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. ഓക്കെ ആണോന്ന്? ഓക്കെ. ഓക്കെ ആണെന്നടാ. ഓക്കെ ഓക്കെ. തുളച്ചു കീറുന്നല്ലോ. അതാ ആ ഹെയർ സ്പ്രേ. ഓ, എന്റെ അടുത്ത് ഇനിയും 3 ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് തന്നെ അധികം. அப்படி போடு 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 அசதி போடு கண்ணால இப்படி போடு 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 இழுத்து போடு கையால. ആ പേടി ഉണ്ടായിരിക്കണം. വാ ശ്രുതി. അലിബായുടെ ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പൈസ കൊടുത്തതാ. ആരാണ് അലിബായ്? ആരാലിബായ്? എനിക്ക് അവന്റെ പേരെ കേൾക്കണ്ട. അലിബായ് അറിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് 10 ലക്ഷം രൂപ വേണം. ആരാ? ഗുരു, എന്താ കാര്യം? മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. എന്തിനാ? ഗോപി, മീറ്റിംഗിന് തമ്പിയോടും വരാൻ പറ. അവൻ എന്തിനാ? ഏയ്, പോലീസിന്റെ മുൻപിലെ നിന്റെ ധൈര്യം ഞാൻ കണ്ടതാ. എടീ, ഏയ്. എന്താ? ദാ, നീ തന്നെ ഫോൺ ചെയ്യ്. ഞാനോ? 9 8 4 1 0. അണ്ണാ, ഇതുപോലത്തെ ഒരു ഐറ്റം നമുക്കും വേണം. നീ ഞങ്ങളുടെ ഏരിയ ആൾക്കാരെ. അവന്റെ മുഖമൊന്ന് ഞാൻ കണ്ടോട്ടെ. എന്തിനാ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ? എന്നെ പ്രേമിക്കാൻ ഉദ്ദേശമുണ്ടോ? ആ, എന്റെ പണം വാങ്ങി നീ അവരുടെ കൂടെ ചേർന്നു. എന്നിട്ട് റൂട്ട് മാറ്റി അവന്റെ ആൾക്കാരുമായിട്ട് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണല്ലേ? എനിക്ക് എല്ലാരും ഒരുപോലെ.
നീ പണം തന്നാ ദാ ഇവനെ വേണമെങ്കിലും ഞാൻ പൊക്കും. എടാ നീ മനുഷ്യനാണോ അതോ മൃഗം. എപ്പോഴാടാ നിന്നെ എനിക്ക് വേട്ടയാടാൻ കിട്ടുക? നോക്ക്, നിങ്ങളുടെ ഏരിയയിലേക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ ഏരിയയിലേക്ക് നിങ്ങളും വരാൻ പാടില്ല. നമ്പർ 2, ഈ ദാസിനെ ഞങ്ങൾക്ക് വേണം. എന്താടാ എന്നെ നീ കൊല്ലോ? നിനക്കെന്നെ കൊല്ലോടാ? പേപ്പറിൽ ഫോട്ടോ വന്നതിന് ശേഷം വലിയ ദാതയാണെന്ന വിചാരം. അതേടാ ദാതയാ, വലിയ ദാതയാടാ ഞാൻ. ദാദ ഞങ്ങളുടെ ഏരിയ വന്ന് വിരട്ടി പണം വാങ്ങിയവൻ. ഇനിയും വാങ്ങോടാ. എന്ത് ചെയ്യുന്നേ? അലിബായി അറിയില്ലെന്ന് പറഞ്ഞു. അതേടാ പറഞ്ഞു. ആരാടാ അലിബായി? ഗുരു ഇരിക്ക് ഗുരു ഇരിക്ക്. അവന്റെ അടുത്ത് ഈ മാറ്റർ ഡീൽ ചെയ്യാൻ പറഞ്ഞ ഞാൻ തന്നെയാ. അലിഭായ് ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഗുരു, എന്ത് കിളയ്ക്കാനാ ഈ മീറ്റിംഗ്? എല്ലാം കിഴങ്ങന്മാരാണല്ലോ. ഒരു തട്ട് കെട്ടിട്ട് പോയാലോ? നോക്ക്, എവിടെന്നാ നീ സംസാരിക്കാൻ നിനക്കറിയോ? എന്താടാ പറഞ്ഞേ? ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഞങ്ങളെ തട്ടുമെന്ന് പറഞ്ഞോ? തട്ടുവാ തട്ട്. കൈയെടുക്കടാ. ഇല്ലടാ എടുക്കല. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഗുരു, അവന്റെ കാര്യം വിട. നീ പറ, തീർക്കട്ടെ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഒന്ന് മൂളിയാ മതി, തീർത്തേക്കാം. തീർക്കോടാ, തീർക്കോ. ഇന്നലെ വന്ന കൊച്ചു പയ്യൻ കൊച്ചാണോന്നല്ല നോക്കേണ്ടത്, ബുള്ളറ്റ് ഇവിടെ കേറുന്നതാണോ പ്രധാനം. അലിബായി അറിയില്ല നിനക്ക്? അലിബായി അറിയില്ല നിനക്ക്? ശരി, വീട് അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ. ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? നീ കാരണം ഞങ്ങൾ എല്ലാവരും ചത്തേനെ. ഇവനെ നമുക്ക് വേണോ? എന്താടാ പറഞ്ഞേ? എന്നെ വേണോന്നോ? എന്റെ കാര്യമെന്ന് പറഞ്ഞേ? തുടങ്ങിയല്ലോ. നിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് വേണം തെറ്റ്. ഏയ് വാ. ആരാ? ഞാനാ ഓടിച്ചുടൻ നിങ്ങൾ ഏൽപ്പിച്ച വാച്ച്മാൻ. വരണം സാർ, വന്നട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ശ്രുതിയുടെ പിന്നാലെ ഒരുത്തൻ ചുറ്റുന്നുണ്ടെന്ന്? അവൻ ഇവിടെ ആ കഴുത്തിൽ ബ്രൗൺ കളർ കർച്ചീഫ് കെട്ടിയിരിക്കുന്നവൻ അവനാണ് സാർ. എല്ലാരും പുറകോട്ട് പോണം. ഇവനെ ചെക്ക് ചെയ്യണം. പോലീസ് പുറകോട്ട് പോ. നീ അന്ന് തോക്ക് കിട്ടിയപ്പോ എനിക്ക് തന്നില്ലേ? ഇപ്പൊ ശ്രുതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ലേ? എന്താടാ അത്? പറ. കഞ്ചാവിന്റെ ബിസിനസ്സാ? പറടാ, കഞ്ചാവിന്റെ ബിസിനസ് ആണോ? പറടാ, പറയാൻ. ഈ ഒരു സാധനം വെച്ച് ഞാൻ നിന്നെ അകത്താക്കാൻ പോവാ. എന്തിനാന്നോ? ഇതിന് എവിടെയത്? എവിടെടാ? നിക്ക്. കഞ്ചാവ് ബിസിനസ്.
നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ഏയ്, ആ പെണ്ണിനെ എനിക്ക് തന്നെ വേണം. ഡേയ്, അന്ന് ഞാൻ നിനക്ക് തോക്ക് തന്നില്ലേ, അത് എന്റെ തന്നെയാടാ. നോക്ക്, ബുള്ളറ്റ്സ് ഇപ്പോഴും എന്റെ കൈ തന്നെയാണ്. എന്റെ അടുത്താണോ നിന്റെ കളി? നീ ഉപയോഗിക്കുന്ന ബുള്ളറ്റിന് ഗവൺമെന്റിൽ കണക്ക് പറയേണ്ടി വരും. എന്നാൽ എനിക്ക് ആരെയും കണക്ക് ബോധിപ്പിക്കാനില്ല. ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഏയ്, നിന്നെ ഞാൻ അടുത്ത എൻകൗണ്ടറിൽ കാണിച്ചു തരാടാ. അവിടെ നിന്നെ. ഞാനെന്താ നിന്റെ സ്റ്റേഷനിൽ വന്ന പുതിയ കോൺസ്റ്റബിൾ എന്ന് വിചാരിച്ചോ? അവൻ എങ്ങനെയാ കൊന്നതെന്ന് ഞാൻ പറയട്ടെ മോനെ. പത്മാവതിയുടെ പേരിൽ ഡബിൾ ഫ്ലോർ രജിസ്റ്റർ ചെയ്തു. ടൈൽസ് ഇടുകയാണെന്ന് കേട്ടല്ലോ. ടൈൽസ് ഗുളു ഗുളു ഗുളുഗുളാന്ന് വീട് ഫുള്ള് AC ആണെന്ന് കേട്ടല്ലോ. എന്താ സെറ്റപ്പിന്റെ വീട്ടിൽ ഇരുന്നോണ്ട് സിറ്റി മുഴുവൻ കാണുന്നുണ്ടോ? രണ്ടു പേര് ഹാപ്പിയാണോ? ശ്രുതി എനിക്ക് മാത്രം ഉള്ളടാ. അവൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഗണ്ണു എന്റെതാ, പെണ്ണു എന്റെതാ. ദൈവമേ, കഞ്ചാവ്. നിന്റെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞേ. 99473. ഇവിടെ വാടി. എന്താടി നീ എന്നെ പറ്റി വിചാരിച്ചത്? സർ, എക്സ്ക്യൂസ് മീ, ആരാ നിങ്ങള്? ഏയ്, വാടകയ്ക്ക്. ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും സർ. പോ. എന്താടി, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരാണോ? അവനെ നിനക്ക് വേണോ അല്ലേ? ആരാടി അവൻ? എടി, ആരാന്ന്? ബോയ് ഫ്രണ്ട് ആണോ? അതിന് ഞാനല്ലേ ഇവിടെ. അമ്മയൊന്നും പറഞ്ഞില്ലേ? എനിക്ക് നിന്നെ വേണം. ശ്രുതി എന്റെ മാത്രം സ്വന്തമാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എടി, ഇനി നിന്നെ എങ്ങാനും ആ റൗഡി ചെക്കന്റെ ഒപ്പം കണ്ടുപോയാൽ കൊന്നുകളയും. ശ്രുതി എന്റെ സ്വന്തമാ. അവൾക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യൂടാ. മനസ്സിലുള്ളത് തുറന്നു പറ. ഞാൻ തെറ്റിദ്ധരിക്കില്ല. ഞാൻ തന്നെ പറയണം. നിങ്ങളൊന്നും പറയില്ല. ഇഷ്ടമുണ്ടെങ്കിലും പറയില്ല. ഞാൻ അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടാലോ ഒന്നും അറിയാത്ത പോലെ നടക്കും. ഞാൻ ഫോൺ ചെയ്തപ്പോഴേ അറിയാവുന്നതല്ലേ ഞാൻ എന്ത് സംസാരിക്കാനാ വിളിച്ചെന്ന്. പക്ഷെ ഒന്നും അറിയാത്ത ബൊമ്മ പോലെ അങ്ങിരിക്കും. ഞാൻ വിചാരിച്ച പോലല്ല. സമ്മതിച്ചിരിക്കുന്ന ഒരു ഒന്നാന്തരം കേട് തന്നെയാ നീ. ആരാ അല്ലാത്തെ? ഇപ്പൊ എല്ലാരും അങ്ങനെയാ. പുറത്തൊന്നും അറിയാത്ത മാതിരി. ദേ, നീ, ഞാൻ. ശരി, കാര്യം പറ. മുരുകാ, എന്റെ ഗതികേട് ആർക്കും വരരുത്. എങ്ങനെ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക? എവിടെ തുടങ്ങണമെന്ന് അറിയില്ലല്ലോ. പറയാം. ആക്ച്വലി എന്റെ ഡ്രീം ബോയിന് വേണ്ട ഒരു ക്വാളിറ്റി പോലും നിനക്കില്ല. എന്താന്നറിയില്ല, എന്റെ മനസ്സിൽ എപ്പോഴും നീ തന്നെയാ. എത്രയോ തവണ ഞാൻ സ്വയം ചോദിച്ചു, അവൻ നിനക്ക് ചേരുന്ന ആളാണോന്ന്. ഇപ്പൊ ചോദിച്ചാൽ എന്റെ മനസ്സ് പറയുന്നത് അവൻ നിനക്കുള്ളതാണെന്ന്. എനിക്കറിയാം, ഞാൻ വിചാരിക്കുന്ന തന്നെയാ നിന്റെ മനസ്സിൽ. പക്ഷെ അത് നീ തന്നെ എന്നോട് പറഞ്ഞ ഐ ഫീൽ ഹാപ്പി. കറക്റ്റ്. എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത്, പക്ഷെ പറഞ്ഞില്ല. കാരണം എനിക്ക് പഠിപ്പില്ല, ജോലിയുമില്ല. എന്നാൽ കാണാൻ കുറച്ച് സുമുഖനാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. എത്ര ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ നിനക്ക് മാച്ചല്ല. നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന എനിക്കിഷ്ടം. അങ്ങനെ നോക്കിയാൽ എന്നെക്കാട്ടി ഒത്തിരി ഗുണങ്ങൾ നിനക്കുണ്ടല്ലോ. നിനക്ക് ഞാൻ ഒരിക്കലും മാച്ചല്ല. എന്തേ? ഞാൻ എത്ര തല്ലിപ്പുള്ളിയാണെന്ന് എനിക്കല്ലേ അറിയൂ.
എന്നാലും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. കണ്ണടയ്ക്ക്. എന്തിനാ? ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. I love ഒന്നുകൂടെ അവനെ ഫോൺ ചെയ്ത് നോക്കടാ. വിളിക്ക്. അണ്ണാ റിങ്ങും പോകുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ഇതാ എടുക്കടാ. എടാ എടുക്കടാ.
നീ വിചാരിക്കുന്ന പോലെ ഞാൻ പോക്കിരിയല്ല. ക്രിമിനൽ. ഇനി പറയൂ ഐ ലവ് യു എന്ന്. എന്നാലും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കോൺസ്റ്റബിൾ, അപ്പുറത്തെ കടയിൽ പോയി 4 കിലോ ചിക്കൻ വാങ്ങും. ശരി സർ. അവിടുന്ന് മാമൂല് വാങ്ങിച്ചോ. ചെല്ലു സർ. അതെ, ആ മീനിങ് എടുക്ക്. നല്ല മീൻ നോക്കി എടുക്കണം. അത് 2 കിലോ എടുത്ത് പാക്ക് ചെയ്തേക്ക്. കോൺസ്റ്റബിൾ വന്ന് വാങ്ങിക്കോളൂ. ഇതാ നോക്ക്, ഇതുപോലെ ഒരു പാഴ്സൽ കൂട്ടി എടുത്തു. അത് ഡ്രൈവർ വന്ന് വാങ്ങിച്ചോളൂ. ആരാവൻ? അവൻ എന്റെ കൈ കിട്ടിയ അവനെ ഞാൻ നിന്നെ സംശയിച്ചതിനാണ് ഈ അടി. ഏയ്, ആരാ നീ? നീയാണെന്ന് കൺഫേം ആയ കൊല്ലോടാ ഞാൻ. ഏയ്, ആരാ അവൻ? പറയടാ, പറഞ്ഞു തൊലക്ക്. ഹലോ. ആ ചിക്കനും കൊണ്ട് ഞാനങ്ങ് വരാം. നമ്മുടെ ഫാമിലി ഡോക്ടറെ നമ്പർ തന്നെ. തമ്പി വന്നിട്ടുണ്ട്. അവനെ വിളിക്കടാ. തമ്പി, ഒറ്റയ്ക്ക് നീ കലക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. നിന്നെ എല്ലാരും പുകഴ്ത്തിയാ പറയുന്നത്, ഇവനൊഴികെ. എന്നാ നിന്നെ കണ്ട അടുത്ത വീട്ടിൽ പയ്യനെ പോലെയാണല്ലോ തോന്നുന്നത്. നിങ്ങളെ കണ്ട ഓപ്പോസിറ്റ് വീട്ടിലെ അങ്കിളിനെ പോലെ ഉണ്ട്. എന്നെപ്പറ്റി നിനക്കറിയില്ല. അറിഞ്ഞു വെച്ചോ, എനിക്ക് 3 കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. 1, കൊല്ലുന്നത് ഇഷ്ടമാണ്. 2, കൊല്ലുന്നത് ഇഷ്ടമാണ്. 3, കൊല്ലുന്നത് മാത്രമാണ് ഇഷ്ടം. യമന്റെ സെറോക്സാ ഞാൻ. ഏത് ഡ്രിങ്കാ കഴിക്കാറ്? റം, വിസ്കി? വേണ്ട. സാരമില്ല, പറഞ്ഞോ, പേടിക്കണ്ട. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന ശീലം എനിക്കില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ വാങ്ങിക്കുടിക്കും. ഡേയ്, ഇവനെ പറ്റി പറഞ്ഞത് വളരെ കറക്റ്റാ. വേദനിച്ചാൽ സഹിക്കണം, കരയാൻ പാടില്ല. കൊന്നുകളയും. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ? ജനിച്ചപ്പോ മുതലേ ഇങ്ങനെ തന്നെ. ഓ, ഗുരു ഇനിയില്ല. ആ സ്ഥാനം നിനക്കാ. സെൻട്രൽ മിനിസ്റ്ററെ കൊല്ലണം. നവംബർ 14, ചിൽഡ്രൻസ് ഡേ. സെൻട്രൽ മിനിസ്റ്റർ ഒരു സ്കൂൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. അവിടെ ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കണം. കുട്ടികളോ? ഏത് കുട്ടികള്? സ്കൂൾ കുട്ടികൾ മരിച്ചാലോ? പോന്നെങ്കിൽ പോട്ട്, അതല്ലേ എന്റെ കോൺസെപ്റ്റ്. മിനിസ്റ്റർ വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ കുട്ടികളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല.
എന്താ? കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതാ എന്റെ കോൺസെപ്റ്റ്. നീ മിനിസ്റ്ററെ കൊല്ല, കുട്ടികളെ ഇവൻ കൊന്നോളും. അവനെയും കൊല്ലാൻ സമ്മതിക്കില്ല. ഏയ്, ആലോചിച്ച് പറ. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റും. ഫയൽസ് ഉണ്ടോടാ നിനക്ക്? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വണ്ടി എന്തിനാടാ ഇങ്ങനെ ഫാസ്റ്റ് ഗോപി വാ. ആയിട്ട്? എന്താടാ പിറുപിറുക്കുന്നേ? നാക്കറുത്തളയും ഞാൻ. ചോറാണോടാ തിന്നാ? നിന്നോടാ ചോറാണോ തിന്നുന്നത്? ഗോപി, മിനിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നു, വേഗം വാ. ഏത് ബ്രീഡാ നീ? നന്നായി കുറയ്ക്കുന്നല്ലോ. നിനക്കും ഫയൽസ്. നാല് വാക്ക് ചോദിച്ചിട്ട് തന്നെ കാര്യം. വിട്ടേക്ക്, എല്ലാം വിട്ടേക്ക്. ആദ്യം ഈ താന്തോന്നികളുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്ക്. എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യില്ലേ? പറ. വിട് വിട് എന്ന് പറയുന്നുണ്ടല്ലോ. വിടാൻ അവന്മാരെന്താ സിഗരറ്റാ? ഫ്രണ്ട്ഷിപ്പ് അടി. അല്ല, എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തേ? എന്താ ചെയ്ത പറ. വരും, എവിടെയെങ്കിലും വെച്ച് കാണും, ഇല്ലെങ്കിൽ ട്രെയിനിൽ കാണും, ഈന്ന് ഇളിച്ചു കാണിക്കും, അല്ലെങ്കിൽ ഊന്ന് കരഞ്ഞിട്ട് പോകും. വേറെ എന്താ ചെയ്തേ? അല്ല, ഒരു പാവം പയ്യ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. അവനാണെങ്കിൽ ആരുമില്ല. എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ? എന്തെങ്കിലും വേണോ ചോദിച്ചോ? കുറച്ച് ഉപ്പുമാവെങ്കിലും കൊടുത്തോ? ഇല്ല. കുടുംബം മുഴുവൻ കാരിയറും പിടിച്ചോണ്ട് ഓന്ന് നടക്കുന്നല്ലാതെ കഴിച്ചോന്ന് ഒരു വാക്ക് ചോദിച്ചോ? ടിഫന്റെ കാര്യത്തിൽ കൂടെ കമ്മിറ്റ്മെന്റ് ഇല്ല, ലൈഫ് ഫുള്ളാ കമ്മിറ്റ് ആവണം. മുഴുവൻ വലിച്ചു കയറ്റ്. ചേച്ചി, അവര് അന്ന് നമ്മുടെ വീട്ടിലൊന്ന് വഴക്കുണ്ടാക്കിയില്ലേ, അവരാ അത്. മിണ്ടാതിരിക്കാൻ. അങ്ങോട്ട് നീങ്ങിടാ. ചേച്ചിയും ചേട്ടനും കൂടി എങ്ങോട്ട്? എനിക്ക് വേണ്ട. എന്താ മോളെ, സുഖാണോ? എന്റെ ചേച്ചി ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ച നീ എന്ത് ചെയ്യോടാ? എനിക്ക് മനസ്സിലായി, നിങ്ങളല്ലേ അന്ന് എന്റെ വീട്ടിൽ വന്നെ ചേച്ചി ഉപദ്രവിച്ചത്. നിങ്ങൾ എന്തിനാ ഈ ലോക്കൽ ട്രെയിനിൽ വന്ന് ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കുന്നത്? എന്താടാ വലിയ ചോദ്യം? കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ എടപ്പള്ളി സ്റ്റേഷനിലെത്തും. അപ്പൊ കാണിച്ചു തരാം നിങ്ങളെ. എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? എടാ, എടപ്പള്ളി വന്ന നീ എന്തോ കാണിച്ചിരുന്നു പറഞ്ഞോടാ. ഇപ്പൊ കണ്ടോളാം നിങ്ങള്. ആരാ നീ? എന്നെ നീ അടിക്കോടാ, അടിക്കോടാ. നോക്കടാ, ഇവനെ ഇവിടുത്തെ വലിയ ദാദ. നമ്മളെ അടിക്കാൻ വന്നിരിക്കവൻ വലിയ പോക്കിയാണ് അവന്റെ വിചാരം. അയ്യോ, അത്
അവരെക്കാളും നിന്നെ കാണുമ്പോഴാണ് എനിക്ക് പേടി. നീ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. But I love you. നീ എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു പേടിയുമില്ല. പറ നിന്റെ മകൻ ആരാണെന്ന് പറ. സത്യമൂർത്തി IPS. ഇന്ത്യൻ പോലീസ് സർവീസ് ബാച്ച് 57. ബാച്ച് നമ്പർ 32567. Trained at Dehradun. Topper of the batch. सत्यमूर्ति IPS, son of Shanmugavel. ईश्वर के शपथ लेता हूं कि मैं भारत की संविधान के प्रति എന്റെ മകനാണ് അവൻ. എന്റെ മകനാ. കണ്ടോ, പറയുമ്പോ തന്നെ രോമാഞ്ചം കൊള്ളുന്നത്. സ്വന്തം അച്ഛൻ ഇതിനേക്കാളും വേറെ എന്താണ് വേണ്ടത്? പോലീസുകാർക്ക് മാത്രം കിട്ടുന്ന ആണത്വം നിന്നെ പോലത്തെ ലോഫറുകൾക്കൊന്നും അത് കിട്ടില്ലടാ. Am I right? സത്യമൂർത്തി, എങ്ങനെ എവിടെങ്കിലും ജീവിക്കാം എന്ന ധൈര്യത്തോടെ സത്യസന്ധതയുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ജീവിതം. നീ എന്റെ മകനാണെന്ന് പറയുന്നതിനേക്കാളും പോലീസാണെന്ന് പറയുന്നതാണ് എനിക്ക് അഭിമാനം. നീചശക്തിയെ നീ ലക്ഷ്യം വെക്കണം, അതില്ലായ്മ ചെയ്യണം. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ലിവിംഗ്. യു ആർ വൺ മാൻ ആർമി. സെർവ് ദ പീപ്പിൾ, ഡൈ ഫോർ ദ കൺട്രി, ലിവ് ലൈക്ക് എ ലെജൻഡ്. അവൻ ഇവിടെ ഉള്ളത് പുറപ്പെടുമ്പോ പറയാം. ആ രാജ്യദ്രോഹി അലിബായിയെ നടു റോഡിൽ വെച്ച് തൂക്കിക്കൊല്ലണം. അവൻ തുടിച്ച് മരിക്കണം. അവൻ IPS ഓഫീസർ അറിയാതെ സ്കൂളിൽ ബോംബ് വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ. എന്നോട് പറഞ്ഞതുകൊണ്ട് അവനത് ചെയ്യില്ല. അങ്ങനെ അവൻ വിചാരിക്കും, പക്ഷെ ഞാനത് ചെയ്യും. ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. നവംബർ 14th ആ ദിവസം പല പ്ലാനും ഉണ്ട് അവന്. November 14th, it's my target. അന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കും. നടക്കണമെങ്കിൽ അവൻ ജീവനോട് ഉണ്ടാവരുത്. നമ്മുടെ സീക്രട്സ് എല്ലാം അവനറിയാം. അതുകൊണ്ട് സ്ഥലം മാറ്റ. അവനെതിരെ യാതൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസരം ഞാനിപ്പോൾ ഉള്ളത്. എന്റെ മോൾ അവന്റെ കസ്റ്റഡിയില്ല. ഞാനിപ്പോ പോവാ സർ. പ്ലീസ് എന്നെ വിട്ടു പോരുത്. എന്തെങ്കിലും സംഭവിച്ച ഒരു ഓഫീസർ മാത്രം നഷ്ടവും, അല്ലെങ്കിൽ 30-40 ക്രിമിനൽസ് ഇല്ലാതാവും. ഇനിയുള്ള 24 മണിക്കൂറും കൂടി ഞാൻ ക്രിമിനലായിട്ട് തന്നെ ജീവിക്കട്ടെ. അതുവരെ ശ്രുതിയെ നോക്കണം സർ. സർ, നിന്നെ തന്നെ. വാ.
എടുക്ക്. യെസ് സർ. സർ, ഇന്നെങ്കിലും ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യാം. എന്താ സാർ ഈ പറയുന്നത്? എവിടെയുള്ളത്? ആരാ സാർ? ഈ കാക്കി ഇട്ടോണ്ട് ഒരു ദിവസമെങ്കിലും നിന്നോട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ അലിബായ് എവിടെയുള്ള ചോദിക്ക എവിടെയുള്ള ചോദിക്കില്ലെങ്കിൽ തല പൊട്ടിച്ചെതറും. ചോദിക്ക. ഹലോ 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 ഗോവിന്ദ്, പറഞ്ഞു ബൈ. അവൻ പുറപ്പെട്ടോ? ഇല്ല ബൈ, ഇവിടെ തന്നെ ഉള്ളത്. പുറപ്പെട്ട ഉടനെ ഞാൻ ഫോൺ ചെയ്യാം. നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പൊയ്ക്കോ. സിറ്റിക്ക് അടുത്ത് വേണ്ട. എടാ, എനിക്ക് അതെല്ലാം അറിയാം. ഞാൻ സേഫ് ആയിട്ട് തന്നെയാ ഉള്ളത്. ഇപ്പോ എവിടെയാ ഉള്ളത്? ബിന്നി മിൽസിലാ ഉള്ളത്. ആ ശരി ബൈ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. വണ്ടിയുടെ പോ, വണ്ടിയുടെ പോ. അലിബായ്. ആ ഗോവിന്ദ് പറ. വന്നു, അവൻ മില്ലിനകത്ത് വന്നു. അവനോട് ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. വിവരം ഇല്ലാത്ത എന്തിനാണ് പറഞ്ഞോ? വേറെ വഴിയില്ലഞ്ഞിട്ടാ ബൈ. നിങ്ങൾ വിളിച്ചപ്പോ അവൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ബൈ. അവൻ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിരിക്കുകയായിരുന്നു. എവിടെ ഉള്ളതിപ്പോ? ബൈ, അവൻ ഓൾറെഡി മില്ലിനകത്ത് കയറി കഴിഞ്ഞു. അവൻ അകത്ത് വന്നടാ. പോ, അങ്ങോട്ട് പോ. അവനെ കൊന്ന എനിക്ക് എന്ത് തരും? 1 കോടി രൂപ കണ്ടിട്ടുണ്ടോ? ഇല്ല. 5 കോടി തരാം, കൊന്ന് തള്ള.
Shoot it out! Shoot! തീർക്കടാ. കറക്റ്റ് ഓഫീസറെ കണ്ട നിന്ന സ്ഥലത്ത് തന്നെ മൂത്രം ഒഴിക്കോടാ നീ. അയ്യോ, എന്തിനാടാ ഇങ്ങനെ കൊന്നു തള്ളിയത്? ഇവര് മനുഷ്യനാണോ മൃഗമാണോ വിചാരിച്ചത്? ക്രിമിനൽസ്, ഇവര് ക്രിമിനൽസ് ആണ്. കിടക്കുന്ന കിടപ്പാട്ടില്ലേ? ഇവിടെ നോക്ക, നിന്നെ പോലെ പോലീസ് ഓഫീസേഴ്സിനെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവരെ ഞാൻ എവിടെ കൊണ്ടുവരും? ചെറുപ്പത്തിലെ തീറ്റ കൊടുത്ത് വളർത്തിയതാ ഞാന്. എടാ നിന്നെ ഞാൻ വിട്ടില്ലടാ, ഞാൻ നിന്നെ വിടില്ലടാ, ഞാൻ നിന്നെ. നിർത്ത്. എന്തിനാടാ നീ ഇത് ചെയ്യുന്നത്? വേദനിക്കുന്നടാ. അയ്യോ അയ്യോ, നീ ആരടാ മോനെ? എന്താ വേണ്ടത് നിനക്ക്? നോക്ക്, നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം. നീ എന്റെ കൂടെ നിൽക്കുക. രാജാവ് പോലെ നോക്കും ഞാൻ. ഡിപ്പാർട്ട്മെന്റിൽ നിനക്ക് എന്താണ് കിട്ടുന്നത്? ഡ്യൂട്ടിയിലുള്ളപ്പോ ചത്ത 50,000 രൂപ കൊടുക്കും നിന്റെ കുടുംബത്തിന്. 2 മീറ്റർ കറുത്ത റിബൺ വാങ്ങി തുണ്ടാക്കി നിന്നെ അടക്കുന്നത് വരെ നെഞ്ചിക്കുത്തി നടക്കും. അത്രേ ഉള്ളൂ. നോക്കുമോനെ, നീ എന്റെ കൂടെ നിൽക്കുക. നിന്നെ സ്വർഗം കാണിക്കാം. സ്വർഗം കാണിച്ചു തരാടാ ഞാൻ. സ്വർഗം കാണിച്ചു തരാം. ബാർഗെയിൻ ചെയ്തിട്ട് നടന്നില്ലല്ലേ സർ? മുള്ളിനെ മുള്ളുകൊണ്ടാണ് എടുക്കേണ്ടത്. സർ,
സാറിന്റെ മകൾ സേഫ, അലിബായി ഇനിയില്ല. ബാഡ് ലക്ക് എന്താന്ന് വെച്ചാ നമ്മുടെ ഇൻസ്പെക്ടർ ഗോവിന്ദു എൻകൗണ്ടറിൽ മരിച്ചുപോയി സർ. സർ, നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല.